ആന്റി അങ്ങനെ എന്തെങ്കിലും അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്കിൾ ഓരോന്ന് ചോദിക്കുമ്പോഴും ഞാൻ മൂളിയും തലയാട്ടിയും ഒക്കെയാ നിന്നത്. ആ ഒരു ഇത്തിരി സമയം ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി. അപ്പൊ ഫുൾ ടൈം അങ്കിളുടെ കൂടെ നിൽക്കുന്ന ആന്റിയുടെ വിഷമം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞ കള്ളങ്ങളൊക്കെ എന്നാ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതെന്ന് എനിക്കറിയില്ല. പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഞാനിപ്പോ. ഞാനൊരു വഴി പറയട്ടെ ആന്റി. അപ്പുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്കിളിൽ നിന്ന് ഒരുപാട് കാലം മറച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. സംശയം തോന്നി VP അങ്കിളായിട്ട് അത് അന്വേഷിച്ചിറങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മളായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അത് അങ്കിളിനെ ബോധ്യപ്പെടുത്തുന്നല്ലേ. അങ്ങനെ വേണമെന്നാ ഡോക്ടറിന്റെ അഡ്വൈസ്. പക്ഷെ VPയോട് ഇതാര് എങ്ങനെ തുടങ്ങി വെക്കും? ആ മുഖത്ത് നോക്കി ഈ സത്യം പറയേണ്ടി വരുന്ന നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ പേടിയാവുന്നു മാളു. എനിക്കതിന് കഴിവെന്ന് തോന്നുന്നില്ല. അച്ഛനോടും ഡേസി ആന്റിയോടും പറഞ്ഞാലോ? രണ്ടുപേരും അങ്കിളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും VPക്ക് ഇത് ഒട്ടും ഉൾക്കൊള്ളാനാവില്ല മാളു. എനിക്കത് ഉറപ്പാ. VPയോട് ആരിത് വെളിപ്പെടുത്തിയാലും ഒന്നെങ്കിൽ ഒരു കലാപം, അല്ലെങ്കിൽ ഒരു മരണം. രണ്ടിലൊന്നും ഉറപ്പാ മാളു. അതാ എന്റെ പേടിയും. ആരോടെങ്കിലും ഒന്ന് മനസ്സോർന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? ഇന്ന് നിന്നോട് ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റിയപ്പോ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. എല്ലാം ശരിയാവും ആന്റി, ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നോ? ആ, ടെസ്റ്റിന്റെ റിസൾട്ട് എപ്പം കിട്ടും സിസ്റ്റർ? രണ്ടെണ്ണത്തിന്റെ 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടും. ഒരെണ്ണം നാളെ ആവും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കഴിയുന്ന ഓരോ ദിവസവും ഇങ്ങനെ പല വിധത്തിലുള്ള ടെസ്റ്റും ചെക്കപ്പും ഒക്കെ ഉണ്ടാവും. എന്നാ അതിലോട്ട് കാര്യമില്ല താനും. കാര്യമില്ലെന്ന് VPക്ക് എങ്ങനെ അറിയാം? ഡോക്ടർ ചുമ്മാ ടെസ്റ്റിനൊന്നും എഴുതില്ലല്ലോ. അതിനവർ ചുമ്മാതല്ലല്ലോ എഴുതുന്നത്. എന്നാലല്ലേ നമ്മളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കിടത്താൻ പറ്റൂ. ഇതൊക്കെ ഡോക്ടേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവും, അത്ര തന്നെ. അയ്യോ, ഒരു ഡോക്ടറുടെ ഭാര്യയാണ് അടുത്ത് നിൽക്കുന്നതെന്ന് സത്യമായിട്ട് ഞാൻ ഓർത്തില്ല കേട്ടോ. ദേ, ഞാനിങ്ങനെ പറഞ്ഞൊന്നും നിന്റെ ഭർത്താവിനോട് പോയി പറഞ്ഞു കൊടുത്തേക്കരുത് കേട്ടോ. വെറുതെ ആ നല്ല പയ്യനെ കൂടി എന്റെ ശത്രു ആക്കരുത്, പറഞ്ഞേക്കാം. നോക്കിക്കോ, എന്നാ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളു കാര്യം. ആഹാ, എന്നാ ഒന്ന് അറിയണല്ലോ കോന്താരി. അല്ലടോ, ഇവര് തമ്മിൽ എങ്ങനെ അടുപ്പായത്? അത് ഡേസിയും ജോബിനും ഇവിടേക്ക് താമസിക്കാൻ വന്നില്ലേ, അങ്ങനെയുള്ള പരിചയ. എന്നിട്ട് ഇവളാണോ ആദ്യം അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്, അതോ ജോബിനോ? നീ ആയിരിക്കും. അയ്യേ, ഞാനെങ്ങും അല്ല. അയ്യേന്ന്? അല്ല, ആഹാ, കൂട്ടുകാരിയായിരിക്കും രണ്ടുപേരുടെയും മെസ്സഞ്ചർ ദൗത്യം ഏറ്റെടുത്തത് അല്ലേ? അല്ല, എനിക്കൊരു സംശയം. സ്വഭാവം വെച്ച് അപ്പുവായിരുന്നല്ലോ ആദ്യം കയറി ഹെഡ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ എങ്ങനെ നീ ഓവർടേക്ക് ചെയ്തു? ഈ അങ്കിളിന് എന്തൊക്കെയാ അറിയേണ്ടത്? ഞാൻ പോവാ ആന്റി. അങ്ങനെ എങ്ങനെ പോവാതെ? ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചതല്ലേ, നീ പിണങ്ങാതെ. നിന്നോട് സംസാരിച്ച് കൊതി തീർന്നില്ല എനിക്ക്. ഇവിടെ ഒരാളോട് നമ്മളോട് പഴയ കാര്യം വല്ല ചോദിക്കാന്ന് വെച്ചാ അപ്പൊ തുടങ്ങും അനങ്ങരുത്, മിണ്ടരുത് എന്നുള്ള ഉപദേശം. നിന്റെ അടുത്ത് ചോദിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കിയതല്ലേ അങ്ങള്. ഇനി അങ്ങളൊരു സ്വകാര്യം ചോദിക്കട്ടെ. മോക്ക് ജോബിനോട് തോന്നിയ പോലെ ഞങ്ങളുടെ പുത്രയ്ക്ക് ആരോടെങ്കിലും വല്ല ക്രഷും തോന്നി തുടങ്ങിയോ? ഉണ്ടെങ്കിൽ നിന്നോട് അവള് പറയാതിരിക്കില്ലല്ലോ. അവൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ദേ, നീ ആയിട്ടെങ്കിലും ഞങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചേക്കണേ. ഇനിയിപ്പോൾ അവൻ ഏത് മണ്ടനാണെങ്കിലും
ഞങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാ അല്ലടോ? എന്താ അങ്ങനെ വല്ല ഉണ്ടോ മോളെ? അപ്പൂന് ആരോടും അങ്ങനെയുള്ള ക്രഷൊന്നുമില്ല. ശരിയാ, അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് ഒരുമാതിരി ആൺകുട്ടികളൊന്നും അപ്പൂനെ പ്രേമിക്കാൻ ധൈര്യപ്പെടില്ല അല്ലടോ? അവളുടെ ആ പൗരുഷം കണ്ട് ഇനി വല്ല പെൺകുട്ടികൾക്കും പ്രേമം തോന്നിയെങ്കിലേ ഉള്ളൂ അല്ല മോളെ? ഇപ്പൊ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് മതിയാക്ക. കണ്ടോ, ഞാൻ ഇത്തിരി നേരം മനസ്സമാനത്തോടെ ആരോടെങ്കിലും വർത്തമാനം പറയുന്നതും സന്തോഷിക്കുന്നതൊന്നും നിന്റെ ആന്റിക്ക് ഇഷ്ടമല്ല. കുറച്ച് ദിവസത്തേക്ക് നല്ല വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതുകൊണ്ടല്ലേ? എടോ, വിശ്രമം എന്നതുകൊണ്ട് ഡോക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് ഏതു നേരവും ചത്ത ശവം പോലെ ബെഡിൽ ഇങ്ങനെ കിടക്കണം എന്നല്ല. നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം, ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം, ഇഷ്ടമുള്ളവരോട് ഇഷ്ടം പോലെ സംസാരിക്കാം. ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ചെയ്യാ? ഇന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ചില്ലേ, ഇനി ഞങ്ങൾ കുറച്ചേരം കിടക്കാം. ആ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്ന് ഞാൻ ഇറങ്ങട്ടെ ആന്റി? ജോബിൻ ചിലപ്പോ കുറച്ച് ഞാൻ വരും, ഒരുമിച്ച് പോയാ പോരെ? അത് വേണ്ട അങ്കിൾ, ഞാൻ നേരത്തെ ഇറങ്ങാം. എന്നാ മോള് പോയിട്ട് വാ. അതെ, കൂട്ടുകാരി വിളിക്കുമ്പോ ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ശരി ആന്റി. എന്നാലും ഇവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും സ്കൂട്ടറിലിരുത്തി സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് ഇന്നലെ ആയിരുന്നെന്നാ ഇപ്പോഴും തോന്നുന്നു. പെൺകുട്ടികൾ എത്ര വേഗം വളരുന്നു. അതെ, നമുക്കും കല്യാണപ്രായമായ ഒരു മോളുണ്ടെന്ന് താൻ കൂടെ കൂടെ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം കേട്ടോ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അല്ല, മാളവികയുടെ വീട്ടു പരിസരത്ത് ഇങ്ങനെ കുടിൽ കെട്ടി കാത്തിരുന്നുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോടാ? എടാ, പ്രയോജനമില്ലാത്തൊരു ഏർപ്പാടിന് ഈ അരുൺ ഭാസ്കർ ഇങ്ങനെ കുടില് കെട്ടി കാത്തിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ സമയം? ഞാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നതേ ഉദ്ദേശിച്ച കാര്യം നടത്താൻ തന്നെയാ. ഞാൻ അവൾ എന്റെ വഴിക്ക് വരുത്തും, നീ കണ്ടോ. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുകയൊന്നുമല്ല. ഈ പറഞ്ഞ കാര്യം നടന്നു കിട്ടാൻ ഇമ്മിണി മെനക്കെടേണ്ടി വരുമെന്നാ തോന്നുന്നത്. അത് സാരമില്ല. അല്പം കഷ്ടപ്പെട്ട് സ്വന്തമാക്കുന്ന ഫലത്തിന് രുചി കൂടുമെന്നല്ലേ കാരണവന്മാര് പറയുന്നത്. അതുകൊണ്ട് ആ കനിക്ക് വേണ്ടി അല്പം കഷ്ടപ്പെടാൻ തന്നെ എന്റെ തീരുമാനം. ആ കനി ഒരു വിലക്കപ്പെട്ട കനിയാണ്. പക്ഷേ തീക്കൊള്ളി കൊണ്ടാ നീ തലയുറിയുന്നത്. സാരമില്ല, എന്നെ തേച്ചിട്ട് പോയവളോട് തീ കൊണ്ട് കളിക്കാൻ എനിക്കും ഇഷ്ടം. എന്തായാലും മച്ചമ്പിയുടെ ധൈര്യ അപാരം. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയിട്ടും അളിയം വിടാതെ ആ കാക്കയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അരുൺ കണ്ണുവെച്ച കസ്തൂരി മാമ്പഴമാണെങ്കിൽ ഒരു കാക്കയ്ക്കും വിട്ടുകൊടുക്കില്ല മോനെ. അഥവാ ഇനി കാക്ക കൊത്തിയാലും അത് കാക്കയും തിന്നില്ല. അത് പോയിന്റ്. തിന്നേയില്ല, തീറ്റിക്കയില്ല, അല്ലേ? ആരടാ, വല്ല എണിക്കേസുമാണോ? ഇതൊരു ഒന്നൊന്നര ഏണിയാ മോനെ. ഇത് വിളിക്കുന്നത് അവനാ, മാളവികയുടെ മണവാളൻ ഡോക്ടർ ജോബിൻ. മൈ ഗോഡ്, 100 ആയുസാണല്ലോ പഹയന്. അല്ല, എന്തിനായിരിക്കും അവനിപ്പോ നിന്നെ വിളിക്കുന്നേ? നീ എന്തായാലും കോൾ എടുക്ക. ഹലോ. ഹലോ, മിസ്റ്റർ അരുൺ ഭാസ്കർ അല്ലേ? അതെ, നിങ്ങളാരാ സംസാരിക്കുന്നത്? എന്നെ അരുൺ അറിയും. എൻ്റെ പേര് ജോബിൻ എന്ന്, ഡോക്ടർ ജോബിൻ അലക്സ്. ആ, നമ്മുടെ മാളവികയുടെ ഹസ്ബൻഡ്.
എന്താ ഡോക്ടർ? അരുണിപ്പോ എവിടെ ഉണ്ട്? ഞാനിപ്പോ ഔട്ട് ഓഫ് സ്റ്റേഷനാ. എന്താ ഡോക്ടർ കാര്യം? നമ്മുടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം കേട്ടോ. ആ, എനിക്ക് അരുണിന്റെ ഒരു സഹായം വേണം. നമുക്കൊന്ന് കാണണമല്ലോ. അയ്യോ ഡോക്ടറെ, ഇന്ന് ഏതായാലും പറ്റില്ല. ഇന്ന് എന്നെ വേണമെന്ന് നിർബന്ധമില്ല. അരുണിന് സൗകര്യമുള്ള സമയവും സ്ഥലവും പറ, ഞാൻ അവിടെ വരാം. ഹലോ. ആ ഡോക്ടർ, കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ ഈവനിങ് നമുക്ക് മീറ്റ് ചെയ്താലോ? ശരി, ആയിക്കോട്ടെ. എവിടെ വെച്ചാ സൗകര്യമെന്ന് അരുൺ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ സ്ഥലത്തെത്തിയിട്ട് വിളിക്കാം ഡോക്ടർ. ശരി, അപ്പോ നാളെ നമ്മൾ കാണുന്നു. ഓക്കെ? എന്താടാ, എന്തായാലും പറഞ്ഞത്? ഡോക്ടർക്ക് എന്നെ ഒന്ന് മുഖം കാണിക്കണമെന്ന്. അയാളെന്തിനാ ഇപ്പൊ നിന്നെ മുഖം കാണിക്കുന്നേ? നീ ഇതിൽ വീഴരുത്. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? അയാൾ ഒറ്റയ്ക്ക് എന്നോട് എന്ത് കാട്ടാനാ? ചിലപ്പോ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് അയാൾ വരുന്നെങ്കിലോ? ഏയ്, അതിനുള്ള ആംബിയറൊന്നും നമ്മുടെ ഡോക്ടറിന് ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നാളെ ഞാൻ അയാളെ കാണാൻ തന്നെ തീരുമാനിച്ചു. അത് വേണ്ട, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇല്ല സാംകുട്ടി, ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല. ഒഴിഞ്ഞു മാറിയാലേ ഞാനൊരു ഭീരുവാണെന്ന് ഡോക്ടർ വിചാരിക്കും. അത് വേണ്ട. നാളെ അയാളുടെ മടയിൽ തന്നെ ചെന്ന് ഞാൻ അയാളെ കാണും. എന്നിട്ട് ഡോക്ടർ ജോബിൻ അലക്സ് ഇങ്ങോട്ടൊരു ബോംബ് പൊട്ടിക്കുന്നതിന് മുൻപ് അരുൺ ഭാസ്കറിന്റെ വക ഒരു ബോംബ് ഞാൻ അങ്ങോട്ട് പൊട്ടിക്കും. അതോടെ ഡോക്ടറിന്റെ കാര്യം ഫ്ലാറ്റ്. ജോബിൻ, ജോബിൻ, ആ മമ്മി. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വാ. നീ ഇന്ന് മാളുവിനെ കാണാൻ പോയില്ലേ? ഇല്ല. ഇന്ന് നേരത്തെ ആയിരുന്നല്ലോ. വരുന്ന വഴിക്ക് നിനക്ക് അവിടെ കൂടി കയറായിരുന്നില്ലേ ജോബിൻ? എന്നും അവിടെ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കുറച്ചു മുമ്പ് അശ്വതി വിളിച്ചിരുന്നു. നീയും മാളും തമ്മിൽ എന്തോ സൗന്ദര്യപ്പണക്കുണ്ടെന്ന് പറഞ്ഞു. എന്താ ജോബിൻ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് വെറുതെ. നീ എന്തെങ്കിലും പറഞ്ഞ് മാളുവുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവും. മമ്മിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യമെങ്കിൽ ആയിക്കോ. എനിക്കങ്ങനെ വിശ്വസിക്കണ്ട. സത്യം എന്താണെന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ ദേഷ്യപ്പെടരുത്. ടൂറ് കഴിഞ്ഞ് വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയതുപോലെയല്ല രണ്ടാളും തിരിച്ചു വന്നത്. യുഎസിലെ ജോലിക്കാര്യം പറയുന്നത് വരെ രണ്ടാളും നല്ല സന്തോഷത്തിലായിരുന്നു എന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞ് ഇങ്ങനൊരു പിണക്കം ഉണ്ടാകാൻ എന്താ കാരണം? ഇനി യുഎസിലേക്കുള്ള പോക്കുമായിട്ട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ രണ്ടുപേരും തമ്മില്? മമ്മി ഇത് എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നമുള്ള കാര്യം നീ തന്നെ സമ്മതിച്ചല്ലോ അല്ലേ? അത് അശ്വതി പറഞ്ഞതുപോലെ ഒരു വെറും സൗന്ദര്യപ്പണക്കോ അല്ലെന്നും തോന്നി. എനിക്കിത് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. നീയോ മാളുവോ എന്തെങ്കിലും ഇതേക്കുറിച്ച് എന്നോട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഈ നിമിഷം വരെ ഞാൻ ഇതേപ്പറ്റി അങ്ങോട്ട് ചോദിച്ചിട്ട് കൂടി നിങ്ങൾ രണ്ടാളും വ്യക്തമായ ഒരു ഉത്തരം തരാൻ തയ്യാറായില്ല. പിന്നെയും നാണം കെട്ട് ഞാൻ നിന്നോട് ഇതേപ്പറ്റി ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറാൻ എന്തെങ്കിലും എനിക്കായി ചെയ്യാൻ കഴിയുമെങ്കിൽ. നോ, മമ്മിക്കോ മറ്റുള്ളവർക്കോ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞു പോയി മമ്മി. എന്താ അസംബന്ധം നീ പറയുന്നേ? ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധം എന്ത് പ്രശ്നവും നിങ്ങൾ തമ്മിൽ ഉണ്ടായത്? അരുത് മോനെ, അങ്ങനെയൊന്നും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. മോനെ, നീ ഒരു മറുപടി തന്നിട്ട് പോ. മമ്മിയുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരാം.
ഒരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ പിന്നെ ഒരു കാര്യം കൂടി, US ജോലി അത് ഞാൻ വേണ്ടെന്ന് വെക്കുക. ജോബിൻ, പറഞ്ഞല്ലോ മമ്മി, എല്ലാത്തിനും ഞാൻ കാര്യകാരണ സഹിതം മറുപടി തരാം. ഇപ്പോഴല്ല, പിന്നെ. അതുവരെ മമ്മി എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. ഇതൊരു ആത്മകഥയല്ല. ആത്മകഥ എഴുതാനുള്ള അറിവോ അനുഭവങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഭൂമി എന്ന മഹാത്ഭുതത്തിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞു കണ്ണുകൾ തുറന്ന് നിലവിളിയോടെ എത്തിയിട്ട് കഷ്ടിച്ച് 23 വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ആലഭാരങ്ങളൊന്നും എൻ്റെ കാഴ്ചയെയോ കാഴ്ചപ്പാടിനെയോ പാകപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതെന്താണെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, പിന്നിട്ട ചുരുങ്ങിയ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന ഓർമ്മകളുടെ വാഗ്മയമാണിത്. പെണ്ണായി ജനിച്ച ഒരു കുട്ടിയിൽ നിന്നും ആണെന്ന സ്വത്വബോധത്തിലേക്ക് കടന്നു കയറിയ ഒരു മനുഷ്യജീവിയുടെ അതിജീവനത്തിന്റെ കഥ. പിന്നിട്ട യാത്രയിൽ കാലിൽ തറച്ച കുപ്പിച്ചില്ലുകളും കൂർത്ത മുള്ളുകളും ചോര പൊടിയുന്ന ഓർമ്മകളുടെ ഇറയത്തേക്ക് ഊരിവെക്കുന്നു. എനിക്കറിയാം, ദുർഘടമായ പാതയിലൂടെ നടക്കുന്ന ആദ്യത്തെ ആളല്ല ഞാൻ. എന്നേക്കാൾ തീവ്രവും തീക്ഷ്ണവുമായി മുറിവേറ്റവർ എനിക്ക് മുൻപേ ഈ വഴി പോയിട്ടുണ്ട്. എൻ്റെ പിന്നാലെ വരാനിരിക്കുന്നുമുണ്ട്. അവർക്കിടയിൽ ഈ കുറിപ്പിന് എന്ത് പ്രസക്തിയെന്ന് എനിക്കറിയില്ല. എങ്കിലും പുകഞ്ഞു നേറുന്ന ഒരു ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എഴുതി തുടങ്ങുന്നു. അപ്പു എന്ന ഞാൻ ട്രാൻസ്ജെൻഡർ ഇൻഡിക്കേഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പെണ്ണായി പിറന്നിട്ടും ആണായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരാൾ. എ ട്രാൻസ് മാൻ. അപ്പോ കൺഗ്രാറ്റ്സ്.